ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കാൻ വേവ്. ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് വീട്ടിൽ നമ്മൾ അത്യാവശ്യമായിട്ട് വാങ്ങിക്കേണ്ട എന്തൊക്കെയാണ് സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു സ്യൂയിങ് മെഷീനാണ്. എപ്പോഴും തുടക്കക്കാർ വാങ്ങിക്കുമ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ മെറിറ്റിൻ്റെ പോലത്തെ സാധാരണ സിംഗിൾ മെഷീൻ എന്നാണ് അതിനെ പറയുക. സാധാരണ ഒരു മെഷീൻ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മോട്ടർ വെച്ചിട്ട് യൂസ് ചെയ്യാം, അതല്ലാതെ നിങ്ങൾക്ക് ബെൽറ്റ് ഇട്ടിട്ട് ചവിട്ടിയിട്ടും യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ചവിട്ടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കൺട്രോളിൽ വരുത്തിയിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ശേഷം നമുക്ക് മോട്ടർ വെച്ച് കഴിഞ്ഞാൽ അതേ മെഷീനിൽ തന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഇങ്ങനത്തെ മെഷീൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ടേബിൾ ടോപ്പ് മെഷീൻസ്. ഇതും ബേസിക് ലെവൽ തൊട്ടിട്ട് അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന, അതുപോലെ കുറേ തരം സ്റ്റിച്ചസ് നമ്മൾ എംബ്രോയ്ഡറി വർക്ക് അടക്കം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ലെവൽ ഓഫ് മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ വളരെ ചെറുതായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവും അതേപോലെ തന്നെ പഠിക്കാനും എളുപ്പം നമ്മുടെ സാധാരണ സിംഗിൾ മെഷീനാണ്, നേരത്തെ കാണിച്ച പോലത്തെ മെഷീനാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു മെഷറിംഗ് ടേപ്പാണ്. ഒരു ടേപ്പിൽ നമുക്ക് ഇഞ്ചസും ഉണ്ട്, അതേപോലെ തന്നെ സെൻറ്റിമീറ്റേഴ്സും ഉണ്ട്. അതുപോലെ 1.5 മീറ്ററാണ് നമ്മൾ ഒരു മെഷറിംഗ് ടേപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത്. പിന്നെ നമുക്ക് ആവശ്യം തുണിയിലൊക്കെ മാർക്ക് ചെയ്യാനുള്ള ചോക്കാണ്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പണ്ട് മുതലേ യൂസ് ചെയ്ത് വരുന്ന ചോക്കാണ്. ഇതിൻ്റെ പല കളേഴ്സിലായിട്ട് അവൈലബിൾ ആണ്. അതല്ലാണ്ട് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ വേറെയും ഇൻവിസിബിൾ പെൻസിൽസും, അതുപോലെ പെട്ടെന്ന് നമുക്ക് തുണിയിൽ നിന്ന് ഇത് അയൺ ചെയ്തിട്ടൊക്കെ ഇതിൻ്റെ സ്റ്റെയിൻസ് മായ്ച്ച് കളയാൻ പറ്റുന്ന തരത്തിലുള്ള ചോക്കുകളും ഇതുപോലത്തെ അവൈലബിൾ ആണ്. പിന്നെ വേണ്ടത് ത്രെഡുകളാണ്. നമുക്ക് അത്യാവശ്യം ബ്ലാക്ക്, വൈറ്റ്, അതുപോലുള്ള ഡാർക്ക് കളേഴ്സും അങ്ങനത്തെ കുറച്ച് ത്രെഡുകൾ നമ്മൾ വാങ്ങി വയ്ക്കുക. പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഈ ഒരു സിസേഴ്സാണ്. ശരിക്കും പറഞ്ഞാൽ സിസേഴ്സ് നിങ്ങൾ വലിയ വലിയ കട്ടിങ് മാസ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ വലിയ വെയിറ്റുള്ള സിസേഴ്സ് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല നമ്മൾ തുടക്കക്കാർക്ക്. ഞാനൊക്കെ യൂഷ്വലി യൂസ് ചെയ്യുന്നത് സാധാരണ കുറച്ച് വലിപ്പം കൂടിയ സിസർ തന്നെയാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഹാൻഡിലുള്ളത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റാർട്ടിങ്ങിലുള്ളവർക്കാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളൂ, അതിൻ്റെ ഷാർപ്നെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് തുണി മാത്രം കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. നമ്മൾ ഈ പേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി അതേ സിസേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പെട്ടെന്ന് തന്നെ അത് ഷാർപ്നെസ് പോയിട്ട് പിന്നെ അത് തുണി കട്ട് ചെയ്യാൻ പറ്റാതെ ആവും. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഉള്ളത് ഈ ഒരു ത്രെഡ് കട്ടറാണ്. ചെറിയ നൂലൊക്കെ പൊങ്ങി നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി സിസേഴ്സിനെക്കാളും ഇത് എളുപ്പമായിരിക്കും. അടുത്തത് സീം റിപ്പർ. ഇത് ഒരു ബിഗിനർക്ക് മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ 2 ഇരട്ടി നമ്മൾ അഴിക്കേണ്ടി വരും കൂടുതലും. എനിക്കൊക്കെ കുറേ തവണ അങ്ങനെ അഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അഴിക്കുമ്പോൾ നമ്മൾ ഈ സൂചിപ്പിന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ മോട്ടു സൂചിയൊക്കെ വെച്ചിട്ട് അഴിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ചസ് റിമൂവ് ചെയ്യാനുള്ള സാധനമാണ് ഈ ഒരു സീം റിപ്പർ. കാണുമ്പോൾ നമുക്കിത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് തോന്നുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അടുത്തത് ഇതുപോലത്തെ ഫാൻസി പിൻസാണ്. നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ലൈനിങ്ങും അതുപോലെ നമ്മുടെ നെക്കൊക്കെ ഫിനിഷ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളുടെ തുണികൾ നമുക്ക് അറ്റാച്ച് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ പിന്നുകൾ ഉപകരിക്കും. എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കോട്ടൺ ക്ലോത്ത്സ് യൂസ് ചെയ്യായിരിക്കും നല്ലത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ. അതാവുമ്പോൾ അത്ര തെന്നിപ്പോവില്ല, നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ഭംഗിയിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും അല്ലേ. അല്ലാതെ നമ്മൾ ആദ്യമേ കുറച്ച് ഫാൻസി ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ആ ഫെൻഡി സിൽക്ക് പോലത്തെ മെറ്റീരിയലൊക്കെ എടുത്താണ്ടല്ലോ പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് വേണ്ടാന്ന് തോന്നും. ആദ്യമേ നമ്മളപ്പോൾ അങ്ങനത്തെ ഒന്നും എടുക്കരുത്. കോട്ടൺ ക്ലോത്തുകളിൽ നമ്മൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പിന്നൊക്കെ യൂസ് ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് നമ്മൾ കുത്തി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെയുള്ളത് ഈ ഒരു ട്രേസിങ് വീലാണ്. അതിൻ്റെ പേര് പോലെ തന്നെ നമ്മളുടെ മാർക്കിങ്സ് നമ്മൾ ഏത് കൂടെയാണോ ഈ ഒരു വീല് റൊട്ടേറ്റ് ചെയ്യുന്നത് ആ മാർക്കിങ്സ് നമ്മൾ താഴത്തെ തുണിയിൽ വരും. ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സൈഡിലാണല്ലോ മാർക്ക് ചെയ്തെടുക്കുക ചോക്ക് കൊണ്ട്, അപ്പോൾ അത് നെക്സ്റ്റ് സൈഡിലേക്ക് നമുക്ക് അതേപോലെ തന്നെ മാർക്കിങ്സ് കിട്ടാൻ വളരെ യൂസ്ഫുള്ളാണ്. ഞാനിതെൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് നമ്മൾ മാർക്ക് ചെയ്യും, അടുത്ത സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ ഇതുപോലൊരു ട്രേസിങ് വീൽ ഉണ്ടെങ്കിൽ 2 സൈഡ് നമുക്ക് ഒരേപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ബ്ലൗസുകളുടെ ഡാർട്ടുകളൊക്കെ മാർക്ക് ചെയ്യാനും എല്ലാത്തിനും ഇത് യൂസ്ഫുള്ളാണേ. പിന്നെയുള്ളത് ബോബിനാണ്. ബോബിൻ നമ്മൾ കുറച്ച് എക്സ്ട്രാ വാങ്ങി വയ്ക്കുക, കാരണം നമുക്ക് കുറേ തുണികളുടെ കുറേ കളറുകൾ നമുക്ക് ചുറ്റി വയ്ക്കാൻ എളുപ്പമായിരിക്കും. ഇതാണ് ബോബിൻ കേസ്. ഇതും എക്സ്ട്രാ ഒരെണ്ണം വാങ്ങി വയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ബട്ടൺസ് യൂസ് ചെയ്യാം. ഇതൊക്കെ കുറച്ചുകൂടി എംബലിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്.
പിന്നെ ഇലക്ട്രിക് സിസേഴ്സ്, ഇത് അത്ര നിർബന്ധമുള്ള കാര്യമല്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ പാനൽ കട്ട് പോലുള്ളതൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല ലെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 16 പാനൽ 24 പാനൽസൊക്കെ കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മളെ സാധാരണ സിസർ യൂസ് ചെയ്ത് കട്ട് ചെയ്യണമെങ്കിൽ നല്ല പ്രഷർ കൊടുക്കണം, അത് ഭയങ്കര ഡിഫിക്കൽട്ടുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇലക്ട്രിക് സിസേഴ്സ് വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് കട്ടിങ് ഈസി ആയിരിക്കും. പിന്നെ വേണ്ടത് നമുക്ക് സ്കെയിലാണ്. ഇതുപോലെ കുറേ സ്കെയിലുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഷേപ്പ് ചെയ്യാനൊരു സ്കെയിൽ, അതുപോലെ നമുക്ക് ബോട്ടംസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ, അതുപോലെ എൽ സ്കെയില്, അതുപോലെ ആം ഹോൾ കർവ് സ്കെയില്. അപ്പോൾ ഇതിൽ മസ്റ്റായിട്ടും വാങ്ങിക്കണം എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്കെയിലും വേണം. അതേപോലെ തന്നെ ഫ്രഞ്ച് കർവ് ഉണ്ടല്ലോ, ആം ഹോളൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്കെയിലും നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ മൾട്ടി പർപ്പസാണ്. ഇത് ആം ഹോൾ വരയ്ക്കാൻ മാത്രമല്ല, ഒരുപാട് നെക്ക് ഡിസൈൻ ചെയ്യാനും ഒക്കെ നമുക്കത് യൂസ്ഫുള്ളാണ്. അതുകൊണ്ടാണ് ആ ഒരു ഫ്രഞ്ച് കർവും കൂടി ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള എല്ലാ സ്കെയിലുകളും വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല, നമുക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടെ ഒരു ഷേപ്പിനനുസരിച്ച് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു സംഭവം ലൂപ്പ് ടേണറാണ്. ലൂപ്പ് ടേണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് പൈപ്പിംഗ് ഉണ്ടല്ലോ, പൈപ്പിംഗ് ചെയ്യുമ്പോൾ അത് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നീളത്തിൽ, അതുപോലെ അറ്റത്തൊരു ഹുക്കായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വളരെ ചെറിയ പൈപ്പിംഗ് വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് തിരിച്ച് നല്ല വശത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളതാണ്. ഇനിയും നമുക്ക് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് ഹുക്സും മൈയൊക്കെ നമുക്ക് വാങ്ങി വെക്കണം. കാരണം നമ്മളുടെ ബ്ലൗസുകളിലും അതുപോലെ ബാക്കിയുള്ള കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ നമ്മൾ ബാക്കിൽ വെച്ച് കൊടുക്കാനുള്ളതൊക്കെ ആയിട്ടുള്ള ഹുക്സും മൈയൊക്കെ വാങ്ങി വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ നമുക്ക് ഇതിനെ മോടി കൂട്ടാൻ, ഈ ഡ്രസ്സുകളെയൊക്കെ ഭംഗി കൂട്ടാനുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ബട്ടൺ ഹൗസസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ അത്ര അത്യാവശ്യമല്ല. പിന്നെ ഈ കാണുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇത് നമുക്ക് വേസ്റ്റ് തുണിയിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതൊന്നിനുമില്ല, നമ്മളുടെ ആ പിന്നുകളുണ്ടല്ലോ കുത്തി വെക്കാനുള്ള എളുപ്പത്തിനുള്ളൊരു സംഭവമാണ്. ഇതാണ് ഫ്യൂസിങ് ടേപ്പ്. ഫ്യൂസിങ് ടേപ്പ് ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെന്നിപ്പോകുന്ന തുണികളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ലൈനിങ്ങുമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള താഴെയുള്ള തുണിയൊക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ ഒരു ഫ്യൂസിങ് ടേപ്പ് എന്ന് പറയുന്നത്. ഇതാണ് പൈപ്പിംഗ് ത്രെഡ്. ഇത് നമ്മൾ തുണിയിൽ വെച്ചിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ നമ്മൾ ചേർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് പൈപ്പിംഗ് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു ഗാർമെൻറ്റിൻ്റെ ഭംഗി കൂട്ടാനുള്ള കുറേ ബീഡ്സ്, അതുപോലെ സ്റ്റോൺസ്, ലേസസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ വേറെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അത്യാവശ്യമായിട്ട് വാങ്ങിച്ചു വെക്കേണ്ട സാധനങ്ങളുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ ഗ്ലൂസ് ഉണ്ടാവും, ഫാബ്രിക് ഗ്ലൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും എക്സ്ട്രാ ഉണ്ട്. പക്ഷെ നമ്മൾ ബേസിക്കായിട്ട് ഇതൊക്കെ തന്നെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. ഫ്രോക്കായാലും കുർത്തിയായാലും ബ്ലൗസ് ആയാലും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം.